ഇന്നത്തെ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ഒന്നും നോക്കാതെ എന്ത് ചെയ്ത് കോർട്ടിലേക്ക് ഓടി ഇങ്ങ് വരികയാണ് അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ എനിക്ക് സമയം തെറ്റിപ്പോയി അച്ഛൻ, ഞാൻ വന്നു പോയത് മോനെ. അപ്പോഴത്തേക്കും ജഡ്ജി കേൾക്കുന്നുണ്ട്, ഇതാരാ, ഇതെന്താണ്, ഇത് കോടതിയാണെന്ന് അറിയില്ലേ, എന്താണ് നിങ്ങളൊന്നും നോക്കാതെ വരുന്നതെന്ന്. അപ്പോഴത്തേക്കും പറഞ്ഞു, സാറേ ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകനാണ്, ഈ മകൻ കാരണമാണ് അന്ന് ഈ പ്രശ്നം ഉണ്ടായത്. എന്നെപ്പറ്റി അപമര്യാദയായിട്ട് പെരുമാറിയപ്പോൾ ഇത് കണ്ടു നിന്നപ്പോൾ മോൻ എന്ത് ചെയ്ത് അന്ന് കോളറിൽ കയറി പിടിച്ചതാണ്. അതാണ് ഈ വ്യക്തി വൈരാഗ്യത്തിൻ്റെ കാരണത്തിൽ. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, സാറേ ഇവൻ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേ പറയുന്നു, നിങ്ങളോട് ഞാൻ ഇവിടുത്തെ കാര്യമാണ് ചോദിച്ചത്, അവൻ നേരത്തെ ജയിലിൽ കിടന്നിട്ടുണ്ട്, എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. സാറേ എൻ്റെ അച്ഛൻ്റെ പെൻഷൻ കാശും ഇദ്ദേഹം വ്യക്തി വൈരാഗ്യം കൊണ്ട് മാറ്റി വെച്ചൊക്കെയാണ്. അച്ഛന് വണ്ടിയെന്ന് പറഞ്ഞാൽ ജീവനാണ്. അച്ഛൻ ഞങ്ങളെ തന്നെ കാണാൻ വരുന്ന ഒരാഴ്ചയ്ക്ക് ഒരിക്കലൊക്കെ ആയിരിക്കും വരുന്നത്. അച്ഛന് വണ്ടിയെന്ന് പറഞ്ഞാലും ജോലിയെന്ന് പറഞ്ഞാലും അച്ഛൻ്റെ ജീവനാണ് എന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജി ഇത് കേട്ടപ്പോൾ ജഡ്ജിക്ക് തോന്നി നമ്മുടെ രവീന്ദ്രൻ്റെ ഭാഗത്താണ് ശരിയെന്ന് തോന്നി. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ കാശ് വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേര് തടഞ്ഞു വെച്ചത്, അത് ചെയ്യാനുള്ള കാര്യമില്ല എന്ന് പറയുന്നു. ഇനി ഒരു വാണിംഗ് വരരുത്, പരാതി വരാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ പെൻഷൻ കാശ് നഷ്ടപരിഹാരം, അതായത് നിങ്ങൾ തടഞ്ഞു വെച്ചതുകൊണ്ട്, വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേര് തടഞ്ഞു വെച്ചതുകൊണ്ട് 1,00,000 രൂപ നിങ്ങൾ പെൻഷൻ കാശ് നഷ്ടപരിഹാരം കൊടുത്തോണം. അത് പോയിട്ട് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ തടഞ്ഞു വെച്ചേക്കുന്ന പെൻഷൻ കാശും നിങ്ങൾ അതിന് പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറയും. ഇത് കേട്ട് അങ്ങനെ കോടതി പിരിച്ചു വിട്ടു. അങ്ങനെ സച്ചി അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു. അച്ഛന് 1,00,000 രൂപ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ അച്ഛൻ ജയിച്ചു, അച്ഛൻ്റെ പക്ഷം ജയിച്ചു എന്നുള്ള സന്തോഷത്തിൽ അച്ഛനും മോനും സന്തോഷിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകാൻ വേണ്ടി റെഡിയായൊക്കെ നിൽക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ ഇത് കുടിക്ക്, പാല് കുടിക്ക്, പഴം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ആപ്പിൾ കൊടുക്കുന്നുണ്ട്, പാല് കൊടുക്കുന്നുണ്ട്, പഴം കൊടുക്കുന്നുണ്ട്. മോളല്ലേ ചെന്ന് കഷ്ടപ്പെടുന്നത്, അപ്പോൾ മോളല്ലേ ഇതൊന്ന് കഴിക്കാനുള്ളത്. രേവതി എത്രത്തോളം തരം താഴ്ത്താൻ പറ്റും അത്രത്തോളം തരം താഴ്ത്തേണ്ടത്. ഇതൊക്കെ വല്ലാതെ വിഷമൊക്കെയാണ് രേവതി. എന്നാലും രേവതി മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും കൊടുത്തിട്ട് പറയുന്നുണ്ട്, രേവതി പോകാൻ വേണ്ടി നമ്മുടെ ശ്രുതി പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, മോളെ കല്യാണി ആരാണെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി കേട്ടോ. ശ്രുതി വിചാരിച്ച്, അയ്യോ അത് കല്യാണിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ത്രീ ഫോൺ വിളിച്ചിട്ട് ഉടൻ തന്നെ കട്ട്. പക്ഷെ ആ സൗണ്ട് എനിക്ക് നല്ല പരിചയമുള്ള സൗണ്ടാണ്, എവിടെയുള്ള സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള സൗണ്ടാണ്. അപ്പോഴത്തേക്ക് ശ്രുതി അവിടെ നിന്നിട്ട് ശ്രുതിക്ക് എങ്ങനെ ഈ കള്ളത്തനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ശ്രുതിക്ക് അറിഞ്ഞിട്ട് ശ്രുതി പറഞ്ഞ്, എന്തോ എനിക്കറിയില്ല, ആരെങ്കിലും നമ്പർ മാറി വിളിച്ചതായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ശ്രുതി പോകാൻ വേണ്ടി ഇറങ്ങുന്നു. പോയി ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് പോയതിന് ശേഷം ശ്രുതി അവിടെ നിന്നുകൊണ്ട് അമ്മയെ വിളിക്കുന്നു. അമ്മയെ വിളിച്ചപ്പോൾ അമ്മയാണ് എടുത്തത്. അപ്പോഴത്തേക്ക് ചോദിച്ചു, നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കും, നിങ്ങളുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ കല്യാണിയെന്ന് വിളിക്കരുത്, എന്നെ ഫോൺ ചെയ്യരുത്, എന്നെ ജീവിക്കാൻ അനുവദിക്കണം. അപ്പോഴത്തേക്കും പറഞ്ഞു, മോളെ മോള് എടുത്തെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫോൺ എടുത്ത് വിളിച്ചത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തിനാണ് വിളിച്ചതെന്ന്. ആദ്യമൊക്കെ കല്യാണി അങ്ങോട്ട് കയറി ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, മോളെ എനിക്ക് ഒട്ടും സുഖമില്ല, ഞാൻ 4-5 പ്രാവശ്യം തലകറങ്ങി വീഴുന്നു, എനിക്കിപ്പം ശരീര സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, ഞാനെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്, അമ്മയെ കൊണ്ട് നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് അവിടെയും വിഷമമുണ്ട്, അമ്മയെ ഡോക്ടറെ കാണിക്കണം എന്നുള്ള കാര്യമൊക്കെ വിഷമമുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്തും വർഷേനൊക്കെയാണ് കാണിക്കുന്നത്. ശ്രീകാന്തും വർഷയും ഫോൺ വിളിക്കുന്നു, പിന്നെ വരുന്നുണ്ട്. വന്നതിന് ശേഷം ശ്രീകാന്തിനെ വർഷയെ കൊണ്ട് സ്റ്റുഡിയോയിൽ കൊണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനത്തെ രംഗങ്ങളാണ് അടുത്ത് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഒത്തിരി നന്ദി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും.